ഹായ്, ഞാൻ അവിടെ എത്തിട്ടോ. ഞാൻ ഇന്ന് രാവിലെ കുളിച്ചിട്ടാണ് വന്നത്. അല്ല, എല്ലാ ദിവസവും കുളിക്കുന്ന വെച്ചാൽ ഞാൻ തല കുളിക്കല്ല കേട്ടോ. ഞാൻ മേല് മാത്രമേ കഴുകാറുള്ളൂ. തല രാവിലെ അങ്ങനെ ഡെയിലി കുളിക്കില്ല. അപ്പം ഇന്ന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് എനിക്ക് കുളിച്ചു. അപ്പം ഞാൻ വരുമ്പോൾ മുടി ഒന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ അയച്ചിട്ട് വന്നാലില്ല, ഇങ്ങനെ വണ്ടിയിൽ വരുമ്പോൾ കാറ്റൊക്കെ തട്ടി ഉണങ്ങല്ലോ വിചാരിച്ച് അങ്ങനെ വന്നട്ടോ. ഇവിടെ എത്തിയിട്ടും ഇവിടെ ഒന്നും ഉണങ്ങിയിട്ടില്ല. കാരണം വെളിച്ചെണ്ണ തേച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ഇത് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. കുറച്ച് കഴിയുമ്പോഴത്തേ റെഡി ആവുണ്ടാവും. ഇവിടേക്ക് ഉണങ്ങി ഉണങ്ങി വരുന്നു. അപ്പം അങ്ങനെയാണ് സംഭവം. ഇനിയിപ്പം പണിയൊക്കെ തുടങ്ങട്ടെ. കുറച്ച് ഇന്ന് ഇന്നലെ കുറച്ച് ഞാൻ പ്രിൻ്റ് വെച്ചിട്ടുണ്ട്. എന്നാലും ഇന്ന് പ്രിൻറ്റിങ് തന്നെയാണ് മെയിനായിട്ട് പണിയുള്ളത്. പിന്നെ ഫോട്ടോ പേപ്പറൊക്കെ നമ്മൾ ഈ പോർട്ടർ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഓനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഫോട്ടോ പേപ്പറൊക്കെ അവിടെ എത്തിച്ച് നേരത്തെ എത്തുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് പണിയൊക്കെ ചെയ്ത് വെക്കും കേട്ടോ. അത് കണ്ടത് ഇവിടെ ഓൾറെഡി പ്രിൻ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അഡ്രസ്സ് എടുത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് വെച്ചത്. പിന്നെ അതാ പറ്റുന്നൊക്കെ പാക്ക് ചെയ്ത് വെക്കും. ഇതൊക്കെ ഇന്നലെ പ്രിൻ്റ് വെച്ചോ കേട്ടോ. ഇതൊന്നും പാക്ക് ചെയ്യാനുള്ള ഫ്രെയിം എത്തിയിട്ടില്ല. ഫ്രെയിം എത്തിയിട്ട് വേണം ഇതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയും ഉണ്ട് പാക്ക് ചെയ്യാനുള്ളത്. ഇതവിടെ കുറച്ചുണ്ട്, പിന്നെയും ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആയിരിക്കും. അതായത് A5 അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അതുകൊണ്ടായിരിക്കും ഇവിടെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ എന്നാൽ പോയിട്ട് ബാക്കി പ്രിൻ്റൊക്കെ ഇടട്ടെ. നമ്മളെ പ്രിൻറ്റിങ് ഇതാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ A4 പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിയാറായി. ഇപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ, അതുകൂടെ കഴിഞ്ഞാൽ കഴിയും. അപ്പോൾ അത് പ്രിൻ്റ് ആയത് ഇവിടെ സെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ എന്താ തെർമോക്കോളിൽ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനം ഇവിടെ പാക്ക് ചെയ്യാണ്ട്. ഇനി ബാക്കിയുള്ളപ്പോൾ വരും. തെർമോക്കോൾ ഇതേ ഉള്ളൂ, 5 തെർമോക്കോളുള്ളൂ, 5 എണ്ണം. പിന്നെന്താ വേണ്ട, 5 എണ്ണം. മാസ്കിൻ ടാപ്പ് ഇല്ല, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. സെല്ലോ ടേപ്പും കാണില്ലല്ലോ. സെല്ലോ ടേപ്പ് ഉണ്ട് തോന്നില്ല. സെല്ലോ ടേപ്പ് ഇവിടെ ഒരു കുറ്റിയുണ്ട് ഇപ്പം, അതുകൊണ്ട് പ്രശ്നമില്ല. മാസ്കിൻ ടാപ്പ് വാങ്ങണം. അപ്പോൾ തെർമോക്കോൾ വാങ്ങാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടെ. തെർമോക്കോൾ ഇല്ല, തെർമോക്കോൾ കഴിക്കുന്നത്. ഫ്രെയിം വരാണ്ട്. ഫ്രെയിം പക്ഷേ A4 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകണം. ഫുഡ് വെച്ചറാ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുക കേട്ടോ. ബിരിയാണിയാണ് കഴിച്ചത്. അതുകൊണ്ടാണ് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല, പണിയൊക്കെ ചെയ്യട്ടെ. ഓനോടെ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാക്കിങ് നടന്നുകൊണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ ഇനി പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇനി തെർമോക്കോൾ വെച്ച് പാക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതൊരു A5ൻ്റെ കോംബോ, A4ൻ്റെ കോംബോ. പിന്നെ ഇതിൽ കുറച്ച് മിക്സ് ആയിട്ടുള്ള ഫ്രെയിംസാണ്. പിന്നെ അത് അവിടെ ഒരു A5 ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഒന്ന് ശരിക്കും ജൂൺ 1 ഇന്ന് ജൂൺ 1 ശരിക്കും. ഇന്ന് രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ. പണ്ട് അങ്ങനെയാണല്ലോ. മഴയൊക്കെ പെയ്ത് രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് മഴയൊക്കെ പെയ്തിട്ടാണ് പോകുക. പക്ഷേ എനിക്ക് രാവിലെ മഴ പെയ്യുന്നത്ര ഇഷ്ടമല്ല. കാരണം സ്കൂളിലൊക്കെ പോകുമ്പോൾ മഴ പെയ്താൽ എന്തോ ഒരു പോലെയാണല്ലോ, നനഞ്ഞിട്ടൊക്കെ പോകണ്ടേ. പിന്നെ ഫസ്റ്റ് ഡേ ആയിരിക്കുമല്ലോ ഇന്നും. ഇത് ചിലർക്ക് ഫസ്റ്റ് ഡേ ആയിരിക്കും. എല്ലാവർക്കും ഫസ്റ്റ് ഡേ അല്ലേ. ചിലർക്ക് പുതിയ സ്കൂളായിരിക്കും. പിന്നെ എല്ലാവർക്കും പുതിയ ക്ലാസ് ആയിരിക്കും. അങ്ങനെ ഓരോ വൈബ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. സ്കൂൾ തുറക്കുന്ന ദിവസം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. പക്ഷേ എനിക്കിപ്പോൾ സ്കൂളിൽ പോകുന്നതിന് രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന ആലോചിക്കുമ്പോൾ മടിയാവും. അപ്പോൾ എന്താ അവിടെ അഡ്രസ്സൊക്കെ അങ്ങനെ ഒട്ടിക്കുക കേട്ടോ. കുറച്ചുകൂടി അവിടെ ഒട്ടിക്കാണ്ട്. അത് നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് വന്നിട്ട് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഓരോ ഡേറ്റ് അനുസരിച്ച് മാറ്റി വെച്ചാട്ടോ. അപ്പോൾ അത് പാക്ക് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞിട്ടോ. അപ്പോൾ അത് അത്രയും സാധനമാണ് ഡിസ്പാച്ച് ചെയ്യാനുള്ളത്. ഇത്രയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതൊക്കെ പോയി ഡിസ്പാച്ച് ചെയ്ത് വരാം. അപ്പോൾ ഡിസ്പാച്ച് ചെയ്ത് വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഹോർലിക്സ് കുടിച്ചിട്ടോ. പിന്നെ അവിടെ കാര്യമായിട്ടൊന്നും ഇല്ലേനു കേട്ടോ. അപ്പോൾ സമൂസയും പിന്നെ ചിക്കൻ റോൾ തന്നെയുള്ളത്. അപ്പോൾ അത് വാങ്ങി. പിന്നെ ഓഫീസിലെത്തി. അവിടെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇപ്പോൾ പിന്നെ മെല്ലെ പോകാനുള്ള നോക്കുകയാണേ. അപ്പോൾ അന്നത്തെ പണി കഴിഞ്ഞിട്ടോ. ഞാൻ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇതുകൂടി ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ. അഡ്രസ്സൊക്കെ എടുത്തേക്കണമെന്ന്. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. ഇന്ന് നമ്മൾ ബ്ലാക്ക് ആണ് യൂണിഫോം. എൻ്റെ മറ്റേ മൈക്ക് എവിടെയോ കാണാണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മൈക്കിനെ എടുത്തിട്ട് അല്ല, അത് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതന്നെ എടുത്ത്. ഇനിയിപ്പോൾ അത് നാളെ രാവിലെ വന്നിട്ട് വിചാരിച്ചു. ഇപ്പം തപ്പാനുള്ള സമയമില്ല. പിന്നെ ഇന്ന് ഉച്ചക്ക് ബിരിയാണി കഴിച്ചോണ്ട് തോന്നിക്ക് ഒന്നുകൂടെ വിശക്കുന്നുണ്ട്. അപ്പം പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. എന്താ എൻ്റെ അഭിപ്രായം? ഈ പറയുന്ന കേൾക്കില്ല, ഇങ്ങനെ പറയേണ്ടി വരും.